അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമി ശരണമയ്യപ്പ. ഇന്ന് വൃശ്ചികമാസം 19-ാം തീയതി. ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ട് 18 ദിവസം പൂർത്തിയാവുകയും 19-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരക്ക് പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതായുണ്ട്. വന്നെത്തുന്ന തീർത്ഥാടകർക്ക് മുഴുവനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഭരണാധികാരികൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. കേവലം 100 ഏക്കറിൽ മാത്രം താഴെയുള്ള സ്ഥലമാണ് ശബരിമല സന്നിധാനം സ്ഥിതി ചെയ്യുന്നത്. ബാക്കി മുഴുവനും വൈൽഡ് ലൈഫ് സാങ്ച്വറി, കടുവാ സങ്കേത കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലം കിട്ടാനുള്ള സാധ്യതയും വളരെ വിരളമാണ്. എങ്കിലും ഈ വരുന്ന തീർത്ഥാടകരെ നമുക്ക് കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റുമോ? കേവലം 65 ദിവസം കൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കോടിക്കണക്കിന് തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ശബരിമല തീർത്ഥാടകരുടെ എണ്ണം പരമാവധി കുറച്ച് കാണിക്കാനുള്ള ശ്രമമല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിപ്പിച്ച് പോവുകയാണ്. എന്താണ് കാരണം? 2018 മുമ്പ് ഇല്ലാത്ത ഒരു പുതിയ സംവിധാനമാണ് വെർച്വൽ ക്യൂ സിസ്റ്റം. കോവിഡിന് മുമ്പ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും എത്തിയിരുന്ന തീർത്ഥാടകരെ ആരും ചുണ്ണാമ്പ് തൊട്ടെണ്ണാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ കോവിഡ് കാലം വന്നപ്പോൾ നിയന്ത്രണം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരു വിധത്തിലുള്ള മറ്റ് വിഷയങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും തീർത്ഥാടക സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് കൃത്യം ഒരു നമ്പർ മാത്രമേ ശബരിമലയ്ക്ക് വരേണ്ടൂ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിരിക്കുന്നു. ദേവസ്വം ബോർഡ് ആദ്യം ചിന്തിച്ചു പറഞ്ഞു, നമ്മളറിയാം 80,000 പേര് ഒരു ദിവസം ശബരിമലയിൽ ദർശനം നടത്തേണ്ടൂ എന്ന് പറഞ്ഞത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഉണ്ടിരുന്ന നായർക്കൊരു വിടി തോന്നി എന്ന് പറയുന്നത് മാതിരി 80,000 എന്നത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ 70,000 ആക്കി കുറച്ചു. പക്ഷേ അവിടെ തീർത്ഥാടകരുടെ രക്ഷയ്ക്ക് വേണ്ടി എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് വളരെ വ്യക്തമായും ആലോചിച്ചെടുത്ത തീരുമാനമനുസരിച്ചിട്ട് 80,000 പോരാ, ഒരു ദിവസം 90,000 പേർക്ക് പെർമിഷൻ കൊടുത്തിരിക്കണം എന്നൊരു കൃത്യമായ ഉത്തരവ് ദേവസ്വം ബോർഡിന് നൽകി. അതിലേറ്റവും രസകരമായ കാര്യം,
ദേവസ്വം ബോർഡ് പറയുന്ന വെർച്വൽ ക്യൂ സിസ്റ്റത്തിൽ നിങ്ങൾ 70,000 പേരെ എടുക്കുന്നുള്ളൂ എങ്കിലും ബാക്കി 20,000 പേർക്ക് കൂടി ദർശന സൗഭാഗ്യം നൽകിയേ പറ്റൂ എന്നാണ് ആ ഉത്തരവിൻ്റെ അടിസ്ഥാന തത്വം. അതിന് 60,000 പേർക്ക് വെർച്വൽ ക്യൂവിൽ വരാൻ സാധിച്ചുള്ളൂ എങ്കിൽ അത് 30,000 ആവും. 80,000 പേർക്ക് വെർച്വൽ ക്യൂവിൽ കിട്ടിയാൽ 10,000 പേർക്ക് അഡീഷണലായിട്ട് കൊടുത്തേ പറ്റൂ. എന്തായാലും ജുഡീഷ്യൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം 90,000 പേർക്ക് സന്നിധാനത്തെത്താം. ഭക്തരുടെ മുഴുവൻ ആവശ്യങ്ങളും മുഴുവൻ പരിഗണിക്കേണ്ടുന്നതായ ആവശ്യങ്ങളും അതുപോലെ ആവലാതികളും കേൾക്കേണ്ടുന്ന ദേവസ്വം ബോർഡിന് നിർഭാഗ്യവശാൽ ഭക്തരോട് നീതി പുലർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയേണ്ടതായി വരും. വിഷയങ്ങൾ നിരവധിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചോദ്യം ചെയ്യപ്പെടുകയാണ്. കോവിഡ് കാലത്ത് പമ്പയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോഴും ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൂടി മാത്രമേ പമ്പയിൽ ഇറങ്ങാവൂ എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലാണ് ദേവസ്വം ബോർഡ് തുടരുന്നത്. പമ്പയിൽ ഭക്തജനങ്ങളുടെ അവകാശമാണ് പമ്പാ തീർത്ഥത്തിലെ സ്നാനം. ആ സ്നാനത്തിന് ശേഷമുള്ള ബലിതർപ്പണാദികളും അവരുടെ ആചരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനൊന്നിനും സൗകര്യം നൽകാതെ ബോർഡ് പറയുന്നതനുസരിച്ചിട്ടുള്ള തീർത്ഥാടനം എന്ന് പറയുന്നത് സ്വാഭാവിക നീതിക്ക് നിരക്കാത്തതാണ് എന്ന് പറയേണ്ടി വരുന്നത് ദുഃഖകരമാണ്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ആവശ്യമായിട്ടുള്ള ഭക്തരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണാധികാരികൾ എന്ന നിലയിൽ ദേവസ്വം ബോർഡ് അംഗീകരിക്കേണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറാവേണ്ടതാണ്. ഒരിടത്തു നിന്നോ രണ്ടിടത്തു നിന്നോ അല്ല വരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ 22-23 രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഡക്കാൻ പീഠഭൂമിയുടെ തെക്കുവശത്ത് നിന്നുള്ള ആളുകൾ മാത്രമായിരുന്ന തീർത്ഥാടനത്തിലുണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുന്നു. അതായത് കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, തെലുങ്കാന, പോണ്ടിച്ചേരി ഇത്രയും സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ബോംബെയിൽ നിന്ന് കുറച്ചൊരു ഭാഗത്തുള്ള മലയാളികളായിരുന്ന തീർത്ഥാടകരുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ന് വളരെ കൃത്യമായി ഗുജറാത്തിൽ നിന്നുള്ള തീർത്ഥാടകർ പോലും ശബരിമലയിലേക്ക് വരുന്നു. ഇതിൻ്റെ അർത്ഥം ശബരിമല എന്ന് പറയുന്ന ആ ക്ഷേത്ര സങ്കേതം ലോകോത്തരമായി മാറുകയും ഇന്ത്യയിലെ ഭക്തജനങ്ങൾ, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ശബരിമലയെ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടുന്നത്. മിഥുനമാസത്തിൽ 2 വണ്ടികളിലായി ഏതാണ്ട് 200-ലേറെ ആളുകൾ സന്നിധാനത്ത് ദർശനത്തിനെത്തിയിരുന്നു. അങ്ങനെ എത്തിച്ചേർന്ന ആ ദർശകരെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് സംസാരിക്കാൻ ഇടവന്നപ്പോൾ മനസ്സിലായത് അവർ അങ്ങേയറ്റം സന്തുഷ്ടരാണ്. അടുത്ത തവണത്തെ തീർത്ഥാടന കാലത്ത് ഇന്ന് 2 വണ്ടിയെ വന്നിട്ടുള്ളെങ്കിൽ അന്നത്തേക്ക് 10-ൽ കുറയാത്ത വാഹനങ്ങളിലുള്ള തീർത്ഥാടകർ ഗുജറാത്തിൽ നിന്നും ശബരിമലയിലേക്ക് വരുമെന്നാണ്. ഇത് ഗുജറാത്തിനെ മാത്രം ബേസ് ചെയ്തല്ല നിൽക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഒരയ്യപ്പൻ്റെ കൊടുങ്കാറ്റ് ആചരണത്തിന് വിധേയമായി വരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ പഠിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു അയ്യപ്പൻ എന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രേവന്ത എന്ന പേരിൽ, രേവന്തസ്വാമി എന്ന പേരിൽ അവരുടെ സങ്കല്പത്തിലും വിശ്വാസത്തിലുള്ള മൂർത്തി തന്നെയാണ്
തെക്കുവശത്ത് സ്വാമി അയ്യപ്പൻ എന്നോ ശ്രീധർമ്മശാസ്താവ് എന്ന പേരിലോ അറിയപ്പെടുന്ന ശക്തിവിശേഷം എന്നവർ അംഗീകരിക്കുന്നു. ഇതിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സനാതനധർമ്മത്തിൻ്റെ പ്രഖ്യാപിത അടിത്തറ എന്ത് എന്നാലോചിക്കുമ്പോഴാണ്. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ തയ്യാറെടുക്കുന്ന, അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ഈശ്വര സങ്കേതമായി ശബരിമല മാറിക്കൊണ്ടിരിക്കുന്നു എന്നറിയുക. രേവന്ത എന്ന് പറയുന്ന ആ മൂർത്തിവിശേഷം ഇത് മാത്രമല്ല. കുറച്ചുകൂടി അപ്പുറത്തേക്ക് നമുക്ക് കാണാനായിട്ടും മനസ്സിലാക്കാനായിട്ടും തയ്യാറായി കഴിഞ്ഞാൽ ഡെറാഡൂൺ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ പ്രമുഖമായ സ്ഥലത്തുള്ള ഒരു ശ്രീധർമ്മശാസ്ത്ര പ്രതിഷ്ഠയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ കേരളത്തിലെ വിഗ്രഹത്തിന് തത്തുല്യമായ ഒരു വിഗ്രഹത്തിലാണ് അവിടെ പൂജ നടക്കുന്നത്. പക്ഷെ രാവിലെ നമ്മൾ ചെന്ന് കണ്ടപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ആ പൂജകൻ ബുദ്ധ മതത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം ആ വിഗ്രഹത്തെ ബൗദ്ധ സങ്കല്പത്തിലാണ് പൂജാതിക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബുദ്ധൻ എന്നുള്ള സങ്കല്പത്തിൽ സ്വാമി അയ്യപ്പൻ ഉണ്ട് എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ട് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാഴ്സി മതവിശ്വാസികൾ അവരുടെ സങ്കല്പത്തിലുള്ള ദേവതയായി അതേ വിഗ്രഹത്തിൽ തന്നെ പൂജ നടത്തുന്നു. ഇവർ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. അതേ വിഗ്രഹത്തിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ പൂജ നടത്തിയത് മഹാവിഷ്ണു സങ്കല്പത്തിലെ പൂജയാണ്, വൈഷ്ണവൻ. നേരത്തെ സൂചിപ്പിച്ച നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത് എത്രമാത്രം കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ ചെറിയ സംഭവത്തിൽ കൂടി മനസ്സിലാക്കാം. ഇവിടെ ശൈവനും വൈഷ്ണവനും ശാക്തേയനും ബൗദ്ധനും എല്ലാം ഒരേ വിശ്വാസത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത്. ശബരിമലയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്ന ആ ഒരു വിശ്വാസവും ആചരണവും ഇവിടെ തന്നെയാണ് ഏറ്റവും പ്രമുഖമായിട്ടുള്ളത്. അതെങ്ങനെ എന്നറിയണമെങ്കിൽ നമ്മൾ ശബരിമലയിലെ ആചരണങ്ങളാണ് പ്രത്യേകമായി നോക്കേണ്ടത്. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ കുബേരനെന്നോ കുചേലനെന്നോ ഉള്ള തിരിച്ചുവ്യത്യാസമോ ഇത് യാതൊന്നും ശബരിമലയിൽ ബാധകമല്ല. തീർത്ഥാടകൻ ആര് എന്ത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും അവിടത്തേക്കില്ല. ആകെയുള്ളത് തീർത്ഥാടകനായി വരുന്നവർ സന്നിധാനത്തെത്തി ദർശന സൗഭാഗ്യം ലഭ്യമാകണമെങ്കിൽ ശിരസിൽ ഇരുമുടിക്കെട്ട് വേണം എന്നത് മാത്രമാണ്. ശബരിമലയിൽ വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ സംബന്ധിച്ചിടത്തോളം 22 രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരുന്നവർ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. സനാതനധർമ്മത്തെ നമ്മൾ അപഗ്രഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചാൽ നമുക്ക് കഴിയും. ഭാരതത്തിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന ജനങ്ങൾ ഭാരതാംബയുടെ സ്വന്തം പുത്രരായി മാറിക്കൊണ്ട് ഇവിടുത്തെ ആചരണങ്ങളും വിശ്വാസങ്ങളും കാത്തുസൂക്ഷിക്കാൻ തയ്യാറായപ്പോൾ ഭാരതത്തിൻ്റെ രൂപവും ഭാവവും മാറി. പക്ഷേ സനാതനധർമ്മത്തിന് യാതൊരു വൈഷമ്യവും ഉണ്ടാക്കാനോ എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ അതിന് കഴിഞ്ഞിട്ടില്ല.
അത് സനാതനധർമ്മത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഫലം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് കാണാൻ കഴിയുന്നത്, ഭാരതത്തെ ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, സത്തായിട്ടുള്ളത് ഒന്ന് മാത്രമാണ്, അടിസ്ഥാന പ്രമാണം ഒന്ന് മാത്രമാണ്, അതിനൊരു മാറ്റം വരുത്താൻ വന്നവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല, അതിപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഈ തരത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ സാധിക്കാതെ, മാറ്റങ്ങളൊന്നും ഉണ്ടാവാതെ ഏതെങ്കിലും ഒരു സംസ്കാരം ലോകത്ത് ശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ശേഷിക്കുന്ന സംസ്കാരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതായ സനാതനധർമ്മം എന്ന വസ്തുതയാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ശബരിമല മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത വിശ്വാസ ആചാരങ്ങൾ നിറഞ്ഞതാണ്. ആ ക്ഷേത്രത്തിൻ്റെ വന്നെത്തുന്ന ജനങ്ങളോട് നീതി പുലർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നാം ആണ് കോട്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഭാഗം വ്യക്തമാക്കപ്പെടുകയാണെങ്കിൽ ക്ഷേത്രസങ്കേതത്തിൽ കോട്ടങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്നതൊരു വസ്തുതയാണ്. മലീമസമാകുന്ന ഒരു അന്തരീക്ഷം ക്ഷേത്രത്തിൽ സംജാതമാകുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഉണ്ടാകാനായിട്ടുള്ള അടിസ്ഥാന കാരണം തീർത്ഥാടകരായി എത്തുന്ന നമ്മളൊക്കെ തന്നെയാണ്. മാറ്റം ഇതിനാണ് ഉണ്ടാവേണ്ടുന്നത്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസപൂർവം കാത്തുസൂക്ഷിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിവർത്തനമല്ല നമ്മൾ ആഗ്രഹിച്ചത്. സനാതനധർമ്മ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ആചരണ വിധി അതിനൊരു മാറ്റവും ഉണ്ടാവാതെ, ഒരു മാറ്റവും വരുത്താതെ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഒരാൾ വിചാരിച്ചാലും രണ്ടാൾ വിചാരിച്ചാലും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ, നിയമപരമായി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളത് തന്നെ ഏതാണ്ട് 1,00,000-ഓളം പേരാണ് ഒരു ദിവസം അവിടെ വരുന്നത്. ഈ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയും പ്രകൃതിയിൽ നിന്നുള്ള ചൂഷണവും പ്രകൃതിയെ നശിപ്പിക്കത്തക്ക നിലയിലുള്ള മനുഷ്യരുടെ പ്രവർത്തനവുമാണ്. ഇതിനാണ് മാറ്റം ഉണ്ടാവേണ്ടുന്നത്. അതിലേറ്റവും തീക്ഷ്ണമായ അവസ്ഥ സംജാതമാക്കുന്നത് ലോകം മുഴുവനും ഇന്ന് നേരിടുന്നതും പ്രകൃതിയോടുള്ള ചൂഷണമാണ്, പ്രകൃതിയെ നശിപ്പിക്കലാണ്. അതിന് കാരണഭൂതമായ വസ്തു പ്ലാസ്റ്റിക്കാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ശബരിമല എന്ന് പറയുന്ന പവിത്രമായ ക്ഷേത്രസങ്കേതം ഓരോ വർഷത്തെ തീർത്ഥാടനത്തിലും അവിടെ കൊണ്ടുവരപ്പെടുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രിമൈസ് പൂർണ്ണമായിട്ടും മൂടിക്കളയാൻ കഴിയുന്നതിലൂടെ, അല്ലെങ്കിൽ മൂടിക്കളയുന്നതിലൂടെ കാറ്റും വെളിച്ചവും വായുവും കടക്കാൻ സാധിക്കാത്ത ഊഷരഭൂമിയായിട്ട് ആ പ്രദേശം മാറിപ്പോകുന്നു എന്നുള്ളതാണ് വസ്തുത. മാറ്റമുണ്ടാവേണ്ടുന്നത് ഇതിനാണ്. അപ്പം തീർത്ഥാടകർക്കാണ് മാറ്റമുണ്ടാവേണ്ടുന്നത് എന്ന് വ്യക്തം. ആ ഒരു സാഹചര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നത് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഓരോരുത്തരും കൊണ്ടുവരുന്ന മാലിന്യം, ഉപേക്ഷിക്കപ്പെടുന്ന മാലിന്യം, അതൊരു തരത്തിലുള്ളതല്ല, 2 തരമായിട്ടതിനെ നമുക്ക് മാറ്റേണ്ടതായി വരും.
ഒന്ന് ജൈവമാലിന്യമാണ്. ജൈവമാലിന്യം എന്ന് പറഞ്ഞാൽ പരമാവധി വന്നാൽ ചില ജൈവമാലിന്യങ്ങൾ പരമാവധി 2-3 ദിവസം അല്ലെങ്കിൽ 96 മണിക്കൂർ മാത്രമേ ഭൂമിയിൽ ശേഷിക്കുകയുള്ളൂ. അത് ഭൂമിയിലേക്ക് ലയിച്ച് പൂർത്തിയായും ഇല്ലായ്മ വരും. അല്ലെങ്കിൽ പരമാവധി വന്നാൽ 6 മാസത്തെ കാലത്തിനുള്ളിൽ അത് പൂർണ്ണമായും ഭൂമിയിൽ ലയിക്കും. എന്നാൽ ഖരമാലിന്യമായിട്ട് വരുന്നത് പോലും അതിനൊരു അപവാദമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സിന്തറ്റിക് മാലിന്യം എന്നുദ്ദേശിക്കുന്നത് ഫോർ എവർ, എക്കാലത്തും ഭൂമിയിൽ ശേഷിക്കും. അത് ഭൂമിയെ നശിപ്പിച്ചേ അടങ്ങുകയുള്ളൂ. ആ തരം മാലിന്യങ്ങളാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടുന്നത്. അതിനൊരു അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കാവുന്നത് നമ്മുടെ ആചരണങ്ങളുമായി ബന്ധപ്പെട്ട്, വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് തേനാണ്, മറ്റൊന്ന് പനിനീരാണ്. ഈ അടുത്ത നാളിൽ ബഹുമാന്യനായ ശബരിമല തന്ത്രി ഏറെ വിഷമത്തോടു കൂടിയാണെങ്കിലും പത്രത്തിൽ പറഞ്ഞത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കാരണവശാലും തീർത്ഥാടകർ ചെയ്യേണ്ടുന്നത് 1 ഗ്രാം പ്ലാസ്റ്റിക് പോലും സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. എങ്ങനെ സാധിക്കും? ഒരു വിഷമവുമുള്ള കാര്യമല്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർപ്പൂരം കൊണ്ടുവരേണ്ടതില്ല, ചന്ദനത്തിരി കൊണ്ടുവരേണ്ടതില്ല എന്ന് ബഹുമാന്യനായ തന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനവും ഈ പ്ലാസ്റ്റിക് മാലിന്യം തന്നെയാണ്. മാത്രമല്ല, കർപ്പൂരവും സാമ്പ്രാണിയും അല്ലെങ്കിൽ ചന്ദനത്തിരിയും ഇന്ന് നമുക്ക് ലഭ്യമാകുന്നതിൽ ഭൂരിഭാഗവും ഏത് എന്ന് ചോദിച്ചാൽ സിന്തറ്റിക് സാധനങ്ങളാണ്, രാസവസ്തുക്കൾ അടങ്ങിയതാണ്. അതുമാത്രമല്ല, ശബരിമലയിലെ പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രമുഖമായ വസ്തുവാണ്, ഏവർക്കും അറിയുന്നത് പോലെ നമുക്ക് തുല്യമായി നാം കൊണ്ടുവരുന്ന വസ്തുവാണ് നെയ്യ്. എങ്കിൽ പോലും ആ നെയ്യും അങ്ങേയറ്റം മ്ലേച്ഛമായ തരത്തിലുള്ളതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിനെല്ലാമാണ് മാറ്റം ഉണ്ടാവേണ്ടുന്നത്. ആ മാറ്റത്തിന് നമുക്കെന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ആലോചിച്ചാൽ, അതിന് ഓരോരുത്തരും ചെയ്യേണ്ടുന്നതും ഓരോരുത്തരും അത് അനുസരിക്കേണ്ടുന്നതും ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, 1 ഗ്രാം മാലിന്യം പോലും സന്നിധാനത്ത് ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല ഭക്തരാണെങ്കിൽ. പക്ഷെ ഇന്ന് വരുന്ന ഭക്തി ഉണ്ട് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു വരുന്ന ആളുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 20 വർഷം മുമ്പ് ദേവപ്രശ്നം വച്ച സമയത്ത് രാശിയെടുത്ത് കൃത്യമായി ഫലം പറയാൻ വന്നപ്പോൾ ജ്യോത്സ്യർക്ക് ദൈവജ്ഞന് പറയേണ്ടി വന്നു, ശബരിമലയിൽ ആകെ വന്നിട്ടുള്ളത് 3 പേർ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായ ഭക്തിവിശ്വാസത്തോടെ വന്നെത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് ആ ഉപയോഗപ്പെടുത്തലിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ വന്നെത്തുന്ന ആളുകളുടെ എണ്ണം കോടികൾ കടക്കുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും അത് തന്നെ വിശ്വസിച്ചേ പറ്റൂ. ഇവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളാണ് ഭരണാധികാരികൾ ഒരുക്കി കൊടുക്കേണ്ടുന്നത്. അത് ചെയ്യുന്നവർക്കുമ്പോൾ മാത്രമാണ് തീർത്ഥാടകരെ നിയമത്തിൻ്റെ പരിരക്ഷ നൽകി അനുസരിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇന്നതല്ല. ഭക്തർ വരുന്നെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് അവർ കഴിഞ്ഞു പോയിക്കൊള്ളണം എന്ന് പറയുന്ന രീതിക്ക് തുല്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ചൂഷണമാണ് നമുക്ക് ചുറ്റും തീർത്ഥാടകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് മാറ്റം വരുത്തേണ്ടുന്നത്.
അത് ഭരണാധികാരികൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. ശബരിമലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ശരിയെന്ന് പറയുന്നതാണ് നാളെ തെറ്റാണെന്ന് പറയാനായിട്ട് തയ്യാറാവുന്നത്. അതല്ല നമുക്ക് വേണ്ടുന്നത്. ശബരിമല ആചരണങ്ങളും വിശ്വാസങ്ങളും പൂർണ്ണമായിട്ടും ഓരോന്നും അപഗ്രഥിച്ച് ഇഴകീറി ഇന്ന തരത്തിലാണ് ഇതിൻ്റെ അടിസ്ഥാനമെന്നും ആ തരത്തിൽ അത് നിലനിർത്തേണ്ടത് ആവശ്യമാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് വേണ്ടുന്നത്. അതിന് കുറച്ചുകൂടി കൃത്യമായ തോതിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഭരണ സംവിധാനം ആവശ്യമാണ്. അത് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ മാറ്റത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചേ പറ്റൂ. സ്വാഭാവികമായി പറഞ്ഞാൽ ഒരു 30 വർഷത്തേക്കെങ്കിലും 30 മുതൽ 50 വർഷത്തേക്ക് വരെയുള്ള കാലഘട്ടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ശരാശരി 2 കോടി ആളുകൾ വന്നെത്തിയാൽ എന്ത് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ആവശ്യം എന്ന് ചിന്തിച്ച് ആ തരത്തിലുള്ള പ്ലാൻ തയ്യാറാക്കുന്ന, ആ തരത്തിലുള്ള പ്ലാൻ നടപ്പാക്കാൻ സാധിക്കുന്ന ആ ചിന്ത പുലർത്തുന്ന ഭരണാധികാരികൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് സാധിക്കുകയുള്ളൂ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കാലം 2 വർഷവും ഗവൺമെൻറ് എന്ന് പറയുന്ന അതിൻ്റെ മുകളിലുള്ള ഭരണ സംവിധാനം കേവലം 5 വർഷവുമാവുമ്പോൾ ഇവിടെ ഒരു കാരണവശാലും ദേവസ്വം ബോർഡിന് തീർത്ഥാടകർക്ക് അനുകൂലമായ ഏതെങ്കിലും നടപടി പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്താണ് അതിന് കാരണം? ഞാൻ വ്യക്തമാക്കിയതാണ്. ആദ്യത്തെ 1 വർഷം പഠിക്കാനുള്ള കാലവും 2ാമത്തെ വർഷം അത് പ്രാവർത്തികമാക്കാനും ശ്രമിക്കുമ്പോഴേക്കും 2ാം വർഷം പൂർത്തിയായി, 3ാം വർഷം അവർ ഔട്ടായി. പിന്നെ വരുന്നവർ വീണ്ടും ഇത് തന്നെ ആരംഭിക്കുന്നു. ഫലം കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയ്ക്ക് ശബരിമലയിൽ എന്തു മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു എന്നതിന് ഒരു മാറ്റവും വരുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിസ്ഥാനപരമായ കുറവ്. ഇതിനാണ് നമുക്ക് മാറ്റം ഉണ്ടായേ പറ്റൂ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഉപയോഗശൂന്യമായ വെള്ളം അല്ലെങ്കിൽ ദുഷിച്ച ജലം അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നത് ആറുപോലെ ഒഴുകിയെത്തുന്നത് എങ്ങോട്ട്? പമ്പയിലേക്ക്. ആ ജലം ശുദ്ധീകരിക്കാനുള്ള ഒരു നടപടിയും നാളിതുവരെ തുടങ്ങിയത് തുടരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത ഓർമ്മിച്ചു നോക്കണം. ജലശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്ക് നിർത്തിയിരിക്കുന്ന ആ പ്ലാന്റ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അത് ഉപയോഗപ്രദമാക്കണം. അത് ഉപയോഗപ്രദമാക്കണമെങ്കിൽ അതിനുള്ള ടെക്നിക്കൽ സംവിധാനങ്ങൾ ആവശ്യമാണ്. ശബരിമലയിലെ മലിനജലം ശുചിയാക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ അത് പ്രായോഗിക തലത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മലിനജലം മുഴുവൻ ചെന്നെത്തുന്നത് പമ്പയിലേക്കാണ്. ആ കഥ നമുക്ക് അടുത്ത ദിവസം 20ാമത് എപ്പിസോഡിൽ അനാവരണം ചെയ്യാം. എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.
ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ. സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.